നമസ്കാരം. നമസ്തേ. നമസ്കാരം. ആ ഇപ്പൊ റിപ്പീറ്റ് ചെയ്തതാണോ അല്ല ഇപ്പൊ റിപ്പീറ്റ് ചെയ്തതാ? അപ്പൊ 2025 പാസ് ഔട്ട്, 24 പാസ് ഔട്ട്. അപ്പൊ 2 പ്രാവശ്യമായി. ആ ഓക്കെ. അപ്പൊ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എന്താ ചെയ്യേണ്ടത് അല്ല, കൺഫ്യൂസ് ആയതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. ബി ഫാം എടുക്കുന്നതിനെ പറ്റി ഡോക്ടറിന്റെ വലിയ അഭിപ്രായമില്ല. ഒരു ഫുൾ ഡ്രോപ്പ് എടുക്കുന്നതിനെ പറ്റിയോ? അത് ഡിപ്പെൻസ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ടും തീരുമാനം വേണോ. ഫാമിലിയില് ഭയങ്കര കൺഫ്യൂസ്ഡ്. അതേപോലെ അച്ഛൻ, എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് പറയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ വാശി പിടിക്കും ഇതന്നെ വേണം എന്നുള്ള അച്ഛൻ എന്താ ചെയ്യണേ? അച്ഛൻ ഓട്ടോ ആണ്. പിന്നെ അമ്മ KSRTC വർക്ക് ചെയ്യാം. വേറെ ആരൊക്കെയുണ്ട് വീട്ടില്? പിന്നെ ഞാൻ മാത്രം, ഞാനൊരു മോളാ. അപ്പൊ നിങ്ങളുടെ കോച്ചിങ് സെന്റർ ഫ്രീ ആയിട്ട് ചെയ്യാന്നാണോ പറഞ്ഞത്? അവിടെ 525 എബവ് മാർക്കുള്ള എല്ലാവർക്കും ഹോസ്റ്റൽ വേണമെങ്കിൽ അതും ഫ്രീയാ, കംപ്ലീറ്റ് ഫ്രീയാ. അങ്ങനെ പോയിട്ട് കിട്ടിയ ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ അവർക്ക് കുറച്ച് ഹോപ്പ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം, തെറ്റൊന്നുമില്ല. ഞാൻ സാധാരണ ആരോടും റിപ്പീറ്റ് ചെയ്യണ്ടെന്നാ പറയാം. പക്ഷേ ഓക്കെ, ഈ പറയുന്ന ആൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയും. പക്ഷെ എനിക്ക് പഠിക്കുന്നതിനെക്കാട്ടും പഠിക്കുമ്പം നമുക്ക് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. ഒരു മാനസികമായിട്ട് പഠിക്കാൻ പറ്റാത്തൊരു പോലെ വേറെ ഓരോ ചിന്തകൾ വന്നിട്ട്. നല്ല മോള്, പലർക്കും ഈ പരീക്ഷേന്റെ ദിവസം ഹോസ്പിറ്റലൈസ് ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ, ശരിക്കും പാനിക് അറ്റാക്ക് ആണ്. പക്ഷെ അടുത്ത വർഷം എഴുതുന്ന സമയത്ത് ഒരു 10-12,000 റാങ്ക് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കും. എവിടെയെങ്കിലും ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കിട്ടുമല്ലോ. അപ്പോൾ പക്ഷെ ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ പറയുന്നുണ്ട്, MBBS അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എല്ലാം കൂടി ഒരു 5-10 കൊല്ലം പിടിക്കും. അപ്പോൾ അതിനൊക്കെ മനക്കെടാൻ തയ്യാറാണെങ്കിൽ തെറ്റൊന്നുമില്ല, അപ് ടു യു. എനിക്കങ്ങനെ ടെൻഷൻ ഇല്ല, ഞാൻ എക്സാം ഒക്കെ കൂളായിട്ട് പോയി എഴുതും. പക്ഷെ ഈ ഒരു പഠിക്കുന്ന ഒരു ഇതിലാണ് എനിക്ക്. അതിന് നല്ല ഗ്രൂപ്പും നല്ല ഡിസ്കഷൻസും പോസിബിൾ ആവും നല്ല സ്ഥലത്തെത്തിയാൽ. ഞാനിപ്പം കോഴിക്കോട് സെന്ററിലാ പഠിച്ചേ. അപ്പം 2 തവണ അവിടെ തന്നെ പോയി. അപ്പൊ അവിടെ ഭയങ്കര ഒരു മടുപ്പ് തോന്നിയോണ്ട് ഞാൻ കോട്ടക്കൽ സെന്ററിലേക്ക് മാറാമെന്ന് വിചാരിക്കുക. അതിനേക്കാളും നല്ലത് പാലയിൽ പോകാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഇരിക്കും. പാലയില് പക്ഷെ കൊറേ ദൂരല്ലേ. ഈ ദൂരം അടുത്ത് എന്നൊക്കെ പറയുന്നത് ഒക്കെ റിലേറ്റീവ് ആണ്, മനസ്സിലായോ? ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ദൂരവും അടുത്തും ഒക്കെ. ഇപ്പം വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്ന അല്ലെങ്കിൽ വീട്ടിന്റെ തൊട്ടടുത്ത് എല്ലാ സംഭവവും കിട്ടിയെന്ന് വരില്ലല്ലോ. അതിനൊക്കെ മനക്കെടണം. അത് പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാല്, അല്ല, ഡോക്ടർമാരാവാൻ പോകുന്നവർ അസുഖത്തെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് അതും ഒരു പേടിയുണ്ട്. അതായത് ഈ മരണം, ആക്സിഡന്റ്, അതൊക്കെ എങ്ങനെയാ നമ്മൾ ഇതാക്കാന്നുള്ളത്. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്ക് ഗ്യാസ്ട്രോഎൻട്രോളജി ആ ഒരു രീതിയിലാണ് ഇഷ്ടം. അതാണല്ലോ ഡോക്ടർമാർക്ക് കൊടുക്കുന്ന പണി എന്ന് പറയുന്നത്. അതിനാണല്ലോ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഈ യുദ്ധത്തിനെ പേടിക്കുന്ന ആള് പിന്നെ മിലിറ്ററി പോകാൻ പാടില്ലല്ലോ. സിറ്റി ഇഷ്ടമല്ലാത്ത ആള്, ശബ്ദം ഇഷ്ടമല്ലാത്ത ആള് സിറ്റിയിൽ വീടെടുക്കാൻ പാടില്ല. ഈച്ചേനെ ഭയമുള്ള ആള് കാട്ടിൽ പോകാൻ പാടില്ല. ഇതൊക്കെ സാധാരണയുള്ളതാണ്, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതൊക്കെ ശീലം കൊണ്ട് മാറും. പിന്നെ ഇപ്പം
ഹോസ്റ്റൽ എടുക്കുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, 24 മണിക്കൂറും പഠിക്കണം. അപ്പം മനസ്സ് മടുക്കുമെന്നുള്ളൊരു പേടിയുണ്ട്. അല്ല, അവിടെ ഉള്ളവരെയൊക്കെ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ 2 കൊല്ലം അങ്ങനെയായി, 1 കൊല്ലവും കൂടി കാരാഗ്രഹം ജയില് പോലെ ഇരുന്ന് പഠിച്ചാൽ അങ്ങനെയൊക്കെ ആയാലേ കിട്ടുള്ളൂ. കാരണം അതാണ്, അത്രയും കോമ്പറ്റീഷനാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സിലായോ? അപ്പൊ അതിനെപ്പറ്റി ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും അങ്ങനെയാണ്, കുറെ പേര് അങ്ങനെയാണ്. ഇനിയിപ്പോ കിട്ടിയിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു. അല്ല, ഞാനിപ്പോ സാധാരണ പറയല്, ഇപ്പൊ മോള് പാസ്സായ കൊല്ലം തന്നെ ഒരു BA ഇംഗ്ലീഷിന് രജിസ്റ്റർ ചെയ്തിരുന്നു എന്ന് വിചാരിക്കുക. ഈ കൊല്ലാവുമ്പോഴത്തേക്കും BA പാസ്സാവാൻ മതി. മനസ്സിലായോ? ഒരു ഗ്രാജുവേഷൻ കയ്യിലിരുന്നേനെ. അപ്പൊ ഞാൻ പിള്ളേരോട് അങ്ങനെ പറയാറ്, നിങ്ങൾ എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ കണ്ണും പൂട്ടി എഴുതിയ പാസ്സാവുന്ന ഗ്രാജുവേഷൻ ഉണ്ട്. അത് ഏതിനെങ്കിലും ഒന്ന് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് പോവാ എന്ന് പറയാറുണ്ട്. ഓൺലൈനായിട്ട് ഇപ്പം ഇഷ്ടം പോലെ ഇഗ്നു ഉണ്ട്. പക്ഷെ അപ്പം ഹോസ്റ്റലില് അവര് ടാബൊക്കെ കസ്റ്റമൈസ് ചെയ്യും. അല്ല, ഞാൻ പറയുന്നത് ഇതിൽ പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്ത, ഇപ്പൊ ഫസ്റ്റ് ഇയറും പരീക്ഷ എഴുതണ്ട, സെക്കൻഡ് ഇയർ എല്ലാം കൂടി എഴുതാൻ പറ്റുന്ന ഇഷ്ടം പോലെ പരീക്ഷകളുണ്ട്. ഇതൊന്നും ആരും അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും അല്ല ഈ ലോകം നടക്കുന്നത്. ഇപ്പം ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് കൃത്യമായിട്ട് പരീക്ഷയുടെ സമയത്ത് തലേദിവസം ഇരുന്ന് വായിച്ചാൽ പാസ്സാവുന്നതാണ് പല എക്സാമും. ഈ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം പോലെയൊന്നും അല്ലല്ലോ സാധാരണ യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത് പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടുള്ള പരീക്ഷ ഒന്നുമല്ല. അപ്പൊ അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതേതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഹോസ്റ്റലിൽ പോവാം. അല്ല, അതൊക്കെ ഞാൻ പറയുന്നത്, ഇത് ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇതൊന്നുമല്ല, നല്ല ബുദ്ധിയുണ്ട്, നല്ല പഠിക്കുകയാണ്. MBBS മാത്രമൊന്നുമല്ല മാർഗം. ജീവിതത്തിൽ ഇഷ്ടം പോലെ ആളില്ലേ, ഇഷ്ടം പോലെ പണിയില്ലേ. അതിലേക്കൊന്നും ചിന്തിക്കാൻ പോലും ആരും സമ്മതിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞത് അനുസരിക്കണം. കാരണം അവരുടെയും ആഗ്രഹം നോക്കണ്ടേ. മക്കള് എന്നുള്ള നിലയിൽ അവർക്ക് ചെയ്യാൻ കിട്ടാൻ പറ്റാത്ത മാർക്കൊക്കെ കിട്ടിയില്ലെങ്കിൽ അവര് മിണ്ടാതെയൊക്കെ നിൽക്കും. അതെ, അതായിക്കോട്ടെ. എല്ലാവർക്കും ഉണ്ടാവും മോഹങ്ങളും സന്തോഷങ്ങളും. മക്കളെ അങ്ങനെ ആക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നുന്നത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? അവരുടെ വലിയൊരു ഹോപ്പാണ്. അവർക്ക് ജീവിതത്തിലൊന്നും ആവാൻ പറ്റിയില്ല, മക്കളെങ്കിലും അങ്ങനെ ആവട്ടെ എന്നൊക്കെ ആഗ്രഹം. ദൂരെ പോയി പഠിക്കാൻ ഭയങ്കര പേടിയാ. അച്ഛനും അമ്മയും ഉള്ളപ്പോഴല്ലേ ഉള്ളൂ. അതൊക്കെ എപ്പോഴും അങ്ങനെയാ. പക്ഷെ നമ്മള് എല്ലാ കാര്യവും അങ്ങനെ കിട്ടില്ലല്ലോ. ഒരു സിംഹം രാവിലെ കൂട് തുറന്നിട്ട് മാൻ വരണം എന്ന് ഞാൻ തിന്നാന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാ പറ്റുമോ? അത് അന്വേഷിച്ച് പോണം. ഓക്കെ. എനിക്ക് നല്ല എവിടെയെങ്കിലും ഒക്കെ കിട്ടണം. ഫിസിക്സ് ഒക്കെയാണ് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. പക്ഷെ അത് ഞാൻ എങ്ങനെ ചെയ്താലും അത് തെറ്റിപ്പോവും. അല്ല മോളു, ഏതാണ് ശരി ഏതാണ് തെറ്റ്? ഇന്ന വഴിയെ പോയാലാണ് ജീവിതം നന്നാവുക, ഇന്ന വഴിയെ പോയാൽ ജീവിതം മോശമാവുന്നൊന്നും ആർക്കും പറയാൻ പറ്റൂല. ഓരോ സിറ്റുവേഷൻ ഓരോ സമയത്ത്. അപ്പൊ ഇപ്പോ എന്താണ് മോക്ക് കണ്ണടച്ചിരുന്നാ പോണെന്നോ പോണ്ടെന്നോ തോന്നുന്നത്? ഒറ്റ വാക്കിൽ അങ്ങോട്ട് തീരുമാനിക്കുക. അതിന് ജസ്റ്റിഫൈ ചെയ്യുന്ന കാര്യം എഴുതി വെക്കുക. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പോയത് എന്നങ്ങോട്ട് മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ച പിന്നെ മറുചിന്ത പാടില്ല. അത് ചിന്തിച്ചുകൊണ്ടിരുന്ന് ബുദ്ധിമുട്ടാനും വിഷമിക്കാനും അല്ലല്ലോ ജീവിതം. നമുക്ക് എപ്പോഴും ബെസ്റ്റ് കിട്ടണമെന്നൊന്നുമില്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ തോന്നലിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ എന്താണോ ഉചിതമായി തോന്നുന്നത് അതെടുക്കുക, അത് തീരുമാനിക്കുക. അതാണ് വേണ്ടത്. ഞാൻ ഇതന്നെ ഒന്നും കൂടി ഫുൾ ഡ്രോപ്പ് എടുക്കാം. എനിക്കൊരു ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോ എനിക്കൊരു ഉറപ്പായി. ധൈര്യത്തിൽ പോവാൻ്റെ മോളെ. കാരണം നാളെ അയ്യോ മോളിപ്പം ഇതൊന്നും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചേർന്നു എന്ന് വിചാരിക്കും. ഓരോ നിമിഷവും ആലോചിക്കും, പോവായിരുന്നു. അപ്പൊ അൺസാറ്റിസ്ഫൈഡ് ആവും. ഇതിപ്പോ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി നോക്കണമെങ്കിൽ നോക്കാം ധൈര്യത്തിൽ.
ഓക്കെ, കാരണം ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ല. പക്ഷെ ചെറിയ സെന്ററിൽ പോകുന്നതിനേക്കാളും അവർ തരുന്ന പ്രൊവിഷൻ ഉപയോഗിക്കണമെങ്കിൽ മെയിൻ സെന്ററിൽ പോണതാണ് നല്ലത്. കോഴിക്കോട് അത്യാവശ്യം പാലേനെക്കാട്ടും കുറച്ചും കൂടി നല്ലതാണ്. കാരണം ബാച്ച് സൈസ് കുറച്ച് കുറവാണ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷെ എനിക്ക് ഇനിയും മനസ്സ് മടുപ്പാവും അവിടെ പോയാൽ. അതെ, എപ്പോഴും എന്താണോ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ബാക്കി പുറത്തുനിന്ന് ആര് ഇവാലുവേറ്റ് ചെയ്യുന്നതിനേക്കാളും പറയുന്നതിനേക്കാളും സ്വന്തമാണ് തീരുമാനിക്കാൻ പറ്റും. ഇനിയിപ്പം അവിടെ പോണ്ട, കോഴിക്കോട് തന്നെ മതിയെന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കും. ഓരോ ദിവസവും ആലോചിക്കും, അയ്യോ വേണ്ടായിരുന്നു, മറ്റെടുത്ത് പോവായിരുന്നു. അല്ലെങ്കിൽ അവിടെ പോയാലും ആലോചിക്കും, അയ്യോ ഇവിടെ പോവായിരുന്നു, ഇവിടെ മതിയായിരുന്നു. രണ്ടും പോസിബിൾ ആണ്. അതുകൊണ്ടാണ് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് തീരുമാനിക്കുക. ഇനി എന്ത് സംശയം വന്നാലും ഒരു ടേബിൾ ഉണ്ടാക്കുക. അവിടെ പോയാലുള്ള ഫെസിലിറ്റി, ഇവിടെ പോയാലുള്ള ഫെസിലിറ്റി, അവിടെ പോയാലുള്ള അഡ്വാൻറ്റേജ്, ഇവിടെ പോയാലുള്ള അഡ്വാൻറ്റേജ്. പിന്നെ അത് ചിന്തിക്കരുത്. അത് കയ്യിലൊരു സൂത്രം പോലെ കയ്യിൽ വെക്കുക. എന്നിട്ട് നല്ല വിഷമം വരുമ്പോൾ അത് നോക്കുക. എന്നിട്ട് എൻ്റെ തീരുമാനം ശരിയാണ്. ഒരു 10-ൽ 8 മാർക്ക് 9 മാർക്ക് വീതം കൊടുക്കുക. മറ്റേ സെന്ററിന് എത്ര മാർക്ക് കൊടുക്കും 10-ല്? കോഴിക്കോട് സെന്ററിന് എത്ര മാർക്ക് കൊടുക്കും 10-ല്? കോഴിക്കോട് സെന്ററിന് ഞാൻ 10-ൽ 10 കൊടുക്കും. അതെ, ബാക്കി ചിന്തകളൊക്കെ അനുസരിച്ച്. അപ്പോൾ ഓക്സിലറി ആയിട്ടുള്ള വീട്ടിലെ പ്രശ്നം, കോഴിക്കോട് എന്നുള്ള പ്രത്യേകത, അതൊക്കെ നോക്കിയിട്ട് എത്ര കൊടുക്കും തീരുമാനിക്കുക. ഇവിടെയും അതുപോലെ തീരുമാനിക്കുക. എന്നിട്ട് രണ്ടും കൂടി ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മനസ്സമാധാനമുണ്ട്. ഓ ശരിയാണ്, ഞാൻ അതിൻ്റെ പ്ലസും മൈനസും ഒക്കെ നോക്കിയിട്ടുണ്ടെന്ന് തീരുമാനിക്കുക. അതായിരിക്കും നല്ലത്. താങ്ക് യു ഡോക്ടർ. ഞാൻ ഇതൊന്ന് എഴുതിയിട്ട് അതിനനുസരിച്ചൊരു തീരുമാനം എടുത്ത് നല്ലതാണ്. ശരി മോൾ, ശരി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. ബൈ.